നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൺഫ്യൂഷൻ വരാറുണ്ട്. ഈ എടുക്കുന്ന തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ള കൺഫ്യൂഷൻ കടന്നു വരാറുണ്ട്. ഇന്ന് പകലിൽ എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു, നിങ്ങൾക്കുള്ളതുകൂടാ. ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ, അഭിഷിക്തരാണെങ്കിൽ ശുശ്രൂഷ സംബന്ധമായിട്ടോ, കുഞ്ഞുങ്ങളാണെങ്കിൽ പഠന മേഖലകളിൽ ഉള്ള കൺഫ്യൂഷൻ ആകാം. കാരണം ഇന്ന് പകലിൽ ഏത് മേഖലകളിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന വ്യക്തിയായിരുന്നാലും സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൺഫ്യൂഷനിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. അതെ, ദൈവം കൺഫ്യൂഷന്റെ ദൈവമല്ല, യേശു കൺഫ്യൂഷന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. ഇന്ന് പകലിൽ നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനിൽ നിന്നും സ്വർഗത്തിലെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ, ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. അതെ, ഒരുപക്ഷെ നിങ്ങൾ ജോലി മേഖലകളിൽ ആ ജോലി തുടരണമോ വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ബിസിനസ് മേഖലകളിൽ ബിസിനസ് നിർത്തണമോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ശുശ്രൂഷകരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ, ഈ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിട്ടുണ്ടോ, ഞാൻ ഈ ശുശ്രൂഷയുമായിട്ട് മുമ്പോട്ട് പോകണമോ എന്നുള്ള ചിന്തയിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന അഭിഷിക്തന്മാരായിരിക്കാം. കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഈ പഠനം എന്നെ കൊണ്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ പഠിക്കുവാൻ ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കാം, എന്നെ കൊണ്ടിത് പഠിച്ചു തീർക്കുവാൻ സാധിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം അവർ അഭിമുഖീകരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും സ്വർഗത്തിലെ ദൈവം അതെ ഇന്ന് പകലിൽ നിങ്ങളെ ആ മേഖലയിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. 1 കൊരിന്ത്യർ 14:33 ഇങ്ങനെ വായിക്കുന്നു, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം അത്രേ. അതെ, കലങ്ങിയിരിക്കുകയാണെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളെ മേഖലകളെ ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ പോകുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അതെ യാദൃച്ഛികമല്ല കേട്ടോ. നിങ്ങളെ പറ്റിയിട്ട് ദൈവത്തിന് വലിയ പ്ലാൻ ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക, ദൈവം എന്നെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ? അതെ, നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പകലിൽ ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കേണ്ട വ്യക്തിയല്ലെന്നേ. ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ ആ പൊസിഷനിലായിരിക്കുന്നത്, ആ ജോലിയിലായിരിക്കുന്നത്, ആ ബിസിനസ്സിലായിരിക്കുന്നത്, ആ ശുശ്രൂഷയിലായിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ കേട്ടാട്ടെ, നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിലായിരിക്കുന്നത്, നിങ്ങൾ ആ സ്കൂളിലായിരിക്കുന്നത്. സ്വർഗത്തിന്റെ ദൈവം ഇന്ന് പകലിൽ ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ദിവ്യ സമാധാനത്തെ പകർന്നുകൊണ്ടിരിക്കുന്നു. അവൻ കൺഫ്യൂഷന്റെ ദൈവമല്ല, അവൻ കലക്കത്തിന്റെ ദൈവമല്ല, അവൻ സമാധാനത്തിന്റെ ദൈവം അത്രേ. അതെ, നിങ്ങളത് പൂർത്തീകരിക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആ ഡിഗ്രി പൂർത്തീകരിക്കും. അഭിഷിക്തന്മാരെ കേട്ടാട്ടെ, നിങ്ങൾ ആ ശുശ്രൂഷ പൂർത്തീകരിക്കും. ബിസിനസ്സുകാരെ കേട്ടാട്ടെ, നിങ്ങളത് പകുതി വഴി വെച്ച് നിർത്തത്തില്ല, നിങ്ങളത് പൂർത്തീകരിക്കും. ജോലിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടാട്ടെ, നിങ്ങൾ പകുതി വഴിയിലിട്ട് ആ ജോലി കളഞ്ഞിട്ട് പോകത്തില്ലെന്നേ. നിങ്ങൾ അവിടെ ഉയർച്ച പ്രാപിച്ചിരിക്കും. അതെ, നിങ്ങളുടെ കൺഫ്യൂഷനുകളെ ഒന്ന് ക്യാൻസൽ ചെയ്താട്ടെ വിശ്വാസത്തോടെ. സകലവിധ കൺഫ്യൂഷനുകളെയും ആത്മാവിലൊന്ന് ശാസിച്ചാട്ടെ. എല്ലാ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവിന്ന് ദർശിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള കൺഫ്യൂഷനുകൾ പുറത്തു പോകാൻ പോകുന്നു. അതെ, ദൈവം നിങ്ങളെ യഥാസ്ഥാനത്താക്കുവാൻ പോകുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കുന്ന കൺഫ്യൂഷനായിരിക്കുന്ന ചില വ്യക്തികളെ ആത്മാവിന്ന് പകലിൽ ദർശിച്ചതിനായിട്ട് നന്ദി. അവരുടെ കൺഫ്യൂഷനുകളെ സ്വർഗത്തിലെ ദൈവമേ ഇന്ന് പകലിൽ പുറത്താക്കിയതിനായിട്ട് നന്ദി. അവർക്ക് സ്വസ്ഥതയും സമാധാനവും കൊടുത്തിരിക്കുന്നതിനായിട്ട് നന്ദിയപ്പ. ദൈവം ആയിരിക്കുന്ന മേഖലകളിൽ അവരെ ഉയർത്തുവാൻ പോകുന്നതിനായിട്ട് നന്ദി. അവർക്ക് ചില യഥാസ്ഥാനതകളെ കൽപ്പിച്ചാക്കിയതിനായിട്ട് യേശുവിനോട് നന്ദി പറയുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയായിട്ട് നന്ദി. സകലമാനുമൊത്തം കർത്താവ് ഞങ്ങൾക്ക് ജീവൻ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ ഇവരെ എന്ത് ചെയ്യും? സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.